येन तस्मै श्रीगुरवे नमः। मूकं करोति वाचालं पंगं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुर्दीनदारणं श्रीचैतन्यमीश्वरं परमानन्दमाधवं श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। नमो ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनः नाम नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय श्री चैतन्य चरितामृतम की जय। जय श्री कृष्णदास कविराज गोस्वामी पाद की जय। जय श्री प्रभुपाद की जय। गुरु महाराज की जय। हरि ओम तत्सत। हरे कृष्ण। ഇന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെയാണ് ആദ്യത്തെ പാരഗ്രാഫ്. ഇതിൽ എനിക്ക് തന്നിട്ടുള്ളതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുകയാണ്. ചൈതന്യ ഭഗവാന് ആദരങ്ങൾ അർപ്പിച്ചതിന് ശേഷം കൃഷ്ണദാസ കവിരാജൻ ചൈതന്യ ചരിതാമൃതത്തിന്റെ 7-ാം ശ്ലോകത്തിൽ നിത്യാനന്ദ പ്രഭുവിന് പ്രണാമങ്ങൾ അർപ്പിക്കാൻ ആരംഭിക്കുന്നു. നിത്യാനന്ദൻ മഹാവിഷ്ണുവിന്റെയും സ്രോതസ്സായ ബലരാമനാണെന്ന് ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നു. കൃഷ്ണന്റെ ആദ്യ വിസ്തരണം ബലരാമനാണ്. ബലരാമന്റെ ഒരു ഭാഗം സംഘർഷനായി പ്രത്യക്ഷപ്പെടുന്നു. സംഘർഷണൻ പിന്നീട് പ്രദ്യുമ്നനായി വിസ്തരിക്കുന്നു. ഈ വിധത്തിൽ ധാരാളം വിസ്തരണങ്ങൾ ഉണ്ടാകുന്നു. ധാരാളം വിസ്തരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദിമൻ. ബ്രഹ്മസംഹിതയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ അവിടുന്ന് ആദ്യത്തെ പ്രകാശദീപം പോലെയാണ്. അതിൽ നിന്ന് 10,000-കണക്കിന് ദശലക്ഷക്കണക്കിന് ദീപങ്ങൾ ജ്വലിപ്പിക്കപ്പെടുന്നു. എത്ര ദീപങ്ങൾ വേണമെങ്കിലും ജ്വലിപ്പിക്കുവാൻ കഴിയും. എങ്കിലും ആദ്യത്തെ ദീപം മൗലികമെന്നുള്ള അതിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നു. ഈ വിധത്തിൽ കൃഷ്ണൻ ധാരാളം രൂപങ്ങളിൽ സ്വയം വിസ്തരിക്കുന്നു. ഈ വിസ്തരണങ്ങളെല്ലാം വിഷ്ണു തത്വം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. വിഷ്ണു ഒരു വലിയ ജ്യോതിസിനെ പോലെയാണെങ്കിൽ നാമെല്ലാം ചെറിയ പ്രകാശങ്ങളാണ്. പക്ഷെ എല്ലാവരും കൃഷ്ണന്റെ വിസ്തരണങ്ങൾ തന്നെയാണ്. ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കാരണം അദ്ദേഹം സ്വയം ഭഗവാനാണ്. അടുത്തത് അദ്ദേഹം പ്രണാമങ്ങൾ അർപ്പിക്കുന്നത് നിത്യാനന്ദ പ്രഭുവിനാണ്. നിത്യാനന്ദ പ്രഭുവിന് എന്തുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിത്യാനന്ദ പ്രഭു സാക്ഷാൽ ബലരാമനാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഗുരുതത്വമാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായിയും കൂടിയാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ ഇംഗ്ലീഷിൽ കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ് എന്ന് പറയും. നിറയെ അനുയായികളുണ്ട് ചൈതന്യ മഹാപ്രഭു. പക്ഷെ മഹാപ്രഭുവുമായിട്ട് വളരെ അടുപ്പമുള്ള, മഹാപ്രഭുവിന്റെ ഹൃദയം പൂർണ്ണമായും മനസ്സിലാക്കിയ കുറച്ച് ഭക്തന്മാരേ ഉള്ളൂ. അവരിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. അപ്പോ ഈ ഭഗവാനെ ഇത്രയധികം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഭഗവാന്റെ മേളില് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യവും നിത്യാനന്ദ പ്രഭുവിനുണ്ടായിരുന്നു. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് ഒരു ചരിത്രമുണ്ട്. അതായത് ഇത് മധ്യലീലയിലാണ് വരുന്നത്. ചൈതന്യ മഹാപ്രഭു ഒരിക്കല് കപാതേശ്വരൻ എന്നൊരു ക്ഷേത്രത്തില് ദർശനത്തിന് പോവുകയാണ്. അതൊരു ശിവന്റെ അമ്പലമാണ്. അപ്പൊ ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അപ്പോ സന്യാസ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ സന്യാസ ദണ്ഡ് ഉണ്ടാവണം എന്നാണ് നിയമം. അപ്പൊ മഹാപ്രഭുവിന്റെ കയ്യിലും സന്യാസ ദണ്ഡുണ്ട്. അപ്പൊ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മഹാപ്രഭു ആ സന്യാസ ദണ്ഡ് നിത്യാനന്ദ പ്രഭുവിനെ ഏൽപ്പിച്ചു. അപ്പൊ മഹാപ്രഭു ഉള്ളിൽ ദർശനത്തിന് പോയി. നിത്യാനന്ദ പ്രഭു ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാല്, മഹാപ്രഭുവിന്റെ ആ സന്യാസ ദണ്ഡിനെ 3 കഷ്ണങ്ങളായിട്ട് ഒടിച്ചു. ഒരു സന്യാസിയെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ഒരു
ഒരു വസ്തുവാണ് അവരുടെ സന്യാസ ദണ്ഡ് എന്ന് പറയുന്നത്. അവരെപ്പോഴും കൂടെ കൊണ്ടുപോകേണ്ടതാണത്. അപ്പൊ അങ്ങനെയുള്ള ആ സന്യാസ ദണ്ഡിനെ നിത്യാനന്ദ പ്രഭു 3 കഷ്ണങ്ങളായിട്ട് ഒടിച്ചു. ചൈതന്യ മഹാപ്രഭു ഇത് അറിയുന്നില്ല. അദ്ദേഹം പാവം അകത്ത് ദർശനം എടുക്കാൻ പോയിരിക്കുകയാണ് മഹാദേവന്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ ഇത് ചെയ്തു എന്ന് മാത്രമല്ല, ഈ 3 കഷ്ണങ്ങളെ അദ്ദേഹം ആ ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്. ഭാർഗി നദി എന്നാണ് ആ നദിയുടെ പേര്. അപ്പൊ ആ നദിയിൽ ഈ 3 കഷ്ണങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. അപ്പൊ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ചൈതന്യ മഹാപ്രഭു ഇനി ഈ ദണ്ഡം കൊണ്ട് നടക്കാൻ പാടില്ല. ഇപ്പൊ ഒടിച്ചിട്ടാ പോരെ, അതെന്തിനാ നദിയിൽ വലിച്ചെറിഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇനി ഒരു പക്ഷേ ചൈതന്യ മഹാപ്രഭു ഇതെടുത്ത് വീണ്ടും ഒട്ടിച്ച് ഉപയോഗിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാകണം. ഇത് ഒരിക്കലും ഇനി ചൈതന്യ മഹാപ്രഭു സന്യാസ ദണ്ഡ് കൊണ്ടുപോകാൻ പാടില്ല, കൊണ്ടു നടക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ നിത്യാനന്ദ പ്രഭു ആ ദണ്ഡിനെ 3 കഷ്ണങ്ങളായിട്ട് ഒടിച്ച് നദിയിൽ വലിച്ചെറിഞ്ഞു. അപ്പൊ ഏതായാലും ആ ഒരു ലീലയ്ക്ക് ശേഷം ആ നദിയുടെ പേര് മാറി. ഇപ്പൊ ആ നദി അറിയപ്പെടുന്നത് ദണ്ഡഭംഗ നദി എന്നാണ്. ഈ ലീല നടക്കുമ്പോൾ ഭാർഗി എന്നായിരുന്നു ആ നദിയുടെ പേര്. ഇപ്പോ ദണ്ഡഭംഗ നദി എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ദണ്ഡം എന്ന് പറഞ്ഞാൽ സന്യാസ ദണ്ഡ്, ഭംഗം എന്ന് പറഞ്ഞാൽ ഒടിച്ച. അപ്പം സന്യാസ ദണ്ഡ് ഒടിച്ച് ആ നദിയിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ് അതിന് ദണ്ഡഭംഗ നദി എന്ന് പേര് വന്നത്. അപ്പൊ എന്തുകൊണ്ട് നിത്യാനന്ദ പ്രഭു ഇത് ചെയ്തു? ഇത്രയ്ക്കും ഒരു ധൈര്യം നിത്യാനന്ദ പ്രഭുവിന് എങ്ങനെ വന്നു? ഈ 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചാല്, ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അതായത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്. അതിന് 2 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ചൈതന്യ മഹാപ്രഭു സന്യാസ ദീക്ഷ സ്വീകരിച്ചത് ഒരു മായാവാദി സന്യാസിയുടെ അടുത്തുനിന്നാണ്. മായാവാദി പരമ്പര, അതായത് ശങ്കര സമ്പ്രദായത്തില്, ശങ്കരാചാര്യരുടെ സമ്പ്രദായത്തിൽ വരുന്ന ഒരു സന്യാസി. അദ്ദേഹത്തിന്റെ പേര് കേശവ ഭാരതി എന്നാണ്. ഈ ഭാരതി എന്നുള്ളൊരു ഒരു വിശേഷണം സാധാരണ അക്കാലത്ത് ഈ മായാവാദി സന്യാസികൾക്കാണ് കൊടുക്കാറുള്ളത്. അപ്പൊ കേശവ ഭാരതി ശങ്കരാചാര്യരുടെ സമ്പ്രദായത്തിൽ വരുന്ന ഒരു സന്യാസിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പോ ഈ മായാവാദി സന്യാസികൾ കൊണ്ട് നടക്കുന്ന ദണ്ഡ് ഏകദണ്ഡാണ്. അതേസമയം വൈഷ്ണവ സന്യാസികൾ കൊണ്ട് നടക്കുന്ന ദണ്ഡ് ത്രിദണ്ഡമാണ്. ഏകദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു കമ്പേ ഉണ്ടാവുള്ളൂ, ഒരു കോലാണ്. പക്ഷെ വൈഷ്ണവ സന്യാസികൾ 3 കമ്പുകൾ ചേർത്ത് കെട്ടിയ ത്രിദണ്ഡമാണ് ധരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് മായാവാദി സന്യാസികൾ ഒരു ദണ്ഡം മാത്രം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാല്, അവരുടെ മെയിൻ തത്വം എന്ന് പറഞ്ഞാല് ആത്മാവും പരമാത്മാവും ഒന്ന് എന്നാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ, അദ്വൈതമാണല്ലോ അവരുടെ തത്വം. ദ്വൈതമില്ല, 2 അല്ല, 1 ആണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കുവാനാണ് അവര് ഏകദണ്ഡം കൊണ്ട് നടക്കുന്നത്. അപ്പോ നിത്യാനന്ദ പ്രഭു എന്തിനു ഈ ദണ്ഡ് ഒടിച്ചു കളഞ്ഞു എന്ന് ചോദിച്ചാൽ, നിത്യാനന്ദ പ്രഭുവിന് അറിയാം ഈ തത്വം തെറ്റായ തത്വം, അദ്വൈതമല്ല നമ്മുടെ തത്വം. നമ്മുടെ തത്വം എന്ന് പറയുന്നത് അചിന്ത്യഭേദ അഭേദ തത്വമാണ്. ആത്മാവും, അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, അതേസമയം വ്യത്യസ്തവുമാണ്. ക്വാളിറ്റേറ്റീവ്ലി വൺ, ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ തത്വം. അപ്പൊ ആ തത്വത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള തത്വമാണ് അദ്വൈത സിദ്ധാന്തം. അപ്പൊ അങ്ങനെയുള്ളൊരു സിദ്ധാന്തത്തെ സൂചിപ്പിക്കുന്ന ഒരു ദണ്ഡ്, അത് ചൈതന്യ മഹാപ്രഭു കൊണ്ട് നടക്കണ്ട എന്നാണ് നിത്യാനന്ദ മഹാപ്രഭുവിന്റെ ആ ഒരു ഉദ്ദേശം. ഇനി 2ാമതൊരു കാരണം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്, ഈ സന്യാസധർമ്മം അനുസരിച്ച് ഒരു വ്യക്തി സന്യാസം എടുത്തു കഴിയുമ്പോൾ ആ വ്യക്തി പ്രധാനമായിട്ടും 4 തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.
ആദ്യം സന്യാസം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടി ചാക്ക എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പ്രാരംഭ ദശയാണ് സന്യാസധർമ്മത്തിൽ. അതിൽ നിന്നും പുരോഗമിച്ച് അവര് ബഹുഡാക്ക എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക്, അതിൽ നിന്നും പുരോഗമിച്ച് ഹംസ എന്നൊരു സ്റ്റേജിലേക്കും, ഫൈനലി ഒടുവിൽ 4ാമത്തെ സ്റ്റേജായ പരമഹംസ എന്ന ഒരു തലത്തിലേക്കുമാണ് അവർ ഉയർന്നു വരേണ്ടത്. ഇപ്പൊ സന്യാസധർമ്മത്തിന്റെ നിയമം അനുസരിച്ച് ഈ സന്യാസ ദണ്ട് കുറഞ്ഞ പക്ഷം ഈ കുട്ടിച്ചാക്ക, ബഹുഡാക്ക, അതായത് ആദ്യത്തെ ഈ 2 സ്റ്റേജ് അത് കംപ്ലീറ്റ് ആവുന്നത് വരെ, അത് കഴിഞ്ഞ് ഹംസ സ്റ്റേജിൽ എത്തുന്നത് വരെയും ഈ സന്യാസ ദണ്ട് കയ്യിൽ കൊണ്ട് നടക്കണമെന്നാണ് നിയമം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണ്. ഇനി അദ്ദേഹം ഒരു ഭക്തനാണെന്ന് കണക്കാക്കിയാൽ പോലും അദ്ദേഹം പരമഹംസ സ്റ്റേജും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഉന്നത ഭക്തനാണ്. ഇപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരു തുടക്കത്തിലെ ആ സ്റ്റേജിൽ സന്യാസിമാർ കൊണ്ട് നടക്കേണ്ട ആ ദണ്ട് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മഹാപ്രഭുവിന്റെ ആ ദണ്ടിനെ പിടിക്കുവാനുള്ള 2ാമത്തെ കാരണം. അപ്പൊ ഏതായാലും ഈ കാരണങ്ങൾ ഉണ്ടെങ്കിലും നിത്യാനന്ദ പ്രഭുവിന് എങ്ങനെ ഈ ധൈര്യം വന്നു എന്നുള്ളതാണ് വിഷയം. അതിന് കാരണം മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായി ആയതുകൊണ്ടാണ്. ആ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്താലും മഹാപ്രഭു ഒന്നും പറയില്ല. അത്രയ്ക്കൊരു ആത്മബന്ധം അവർ തമ്മിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ നമസ്കരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആദരങ്ങൾ അർപ്പിച്ചതിന് ശേഷം, നിത്യാനന്ദ പ്രഭുവിനും ആദരങ്ങൾ അർപ്പിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹമാണ് സർവകാരണങ്ങൾക്കും കാരണം. മറ്റെല്ലാ വിസ്തരണങ്ങളും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ വേറെയും നിറയെ വിസ്തരണങ്ങളുണ്ട്. സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, നിറയുണ്ട്. പത്മനാഭൻ, മാധവൻ, ത്രിവിക്രമൻ പറഞ്ഞിട്ട് മധുസൂദനൻ, ഇങ്ങനെ നിറയെ ഒരുപാട് വിസ്തരണങ്ങളുണ്ട്, ഭഗവാന്റെ വിസ്തരണങ്ങൾ. ഈ വിസ്തരണങ്ങളെല്ലാം തന്നെ വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന്. എല്ലാറ്റിൻ്റെയും എല്ലാ വിസ്തരണങ്ങളുടെയും ആദിമ സ്രോതസ്സാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ദശാവതാരങ്ങൾ എന്നൊക്കെ പറയും. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം എന്ന് പറഞ്ഞിട്ട് നിറയെ അവതാരങ്ങളുണ്ട്. അവരൊക്കെ അവതാരങ്ങളാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരിയാണ്, അവതാരങ്ങൾക്ക് സ്രോതസ്സായിട്ടുള്ള വ്യക്തി. അതാണ് അവതാരി. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് ഒരു ദീപത്തിനെ കുറിച്ചാണ്. തുടക്കത്തിൽ ഒരു ദീപമുണ്ട്. ഇപ്പൊ നമ്മൾ കാർത്തിക ദീപം ഒക്കെ കത്തിക്കുമ്പോൾ വീട്ടിൽ ചുറ്റും നമ്മൾ ദീപങ്ങൾ കത്തിച്ചു വയ്ക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആദ്യം ഒരു വിളക്ക് എടുത്ത് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് ആ വിളക്ക് കത്തിക്കും. എന്നിട്ട് അതിൽ നിന്ന് നിറയെ കുഞ്ഞു കുഞ്ഞു മൺചിരാതുകൾ കത്തിച്ച് നമ്മൾ വീട്ടിന് ചുറ്റും വെച്ച് അലങ്കരിക്കും. ഈ കാർത്തിക ഉത്സവത്തിന് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോ ഈ 100 കണക്കിന് വിളക്കുകൾ നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ ഈ എല്ലാ വിളക്കുകളും കാണാൻ ഒരുപോലെ ഇരിക്കും, ഒരുപോലെ ദീപപ്രകാശം എല്ലാത്തിൽ നിന്നും ഉണ്ടാവും. പക്ഷേ ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കത്തിച്ച വലിയ നിലവിളക്കാണ്. അപ്പൊ അതുപോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഈ എല്ലാ വിസരണങ്ങളും, സംഘർഷണം, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ തുടക്കം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയും. അതിവിടെ എടുത്തു പറയുന്നു. എത്ര ദീപങ്ങൾ കത്തിച്ചാലും ആ നിലവിളക്കിന് ഒരു തനതായ വ്യക്തിത്വം ഉണ്ടാവും. അപ്പൊ അതുപോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും. അദ്ദേഹത്തിന് പകരമാവില്ല ഈ വിസ്തരണങ്ങളൊന്നും എന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെ ശ്രീല പ്രഭുപാദർ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി എന്ന ഗ്രന്ഥത്തില് ഒരു അധ്യായത്തില്, ഏത് അധ്യായമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി, ആ അധ്യായത്തിൽ പറയുന്ന
ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വലിയ വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇലകൾ ഉണ്ടാവും. ഈ ഇലകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ വിസ്തരണങ്ങൾ. അപ്പോ ഈ ഇലകളാണോ പ്രധാനം, ആ വൃക്ഷമാണോ പ്രധാനം എന്ന് വെച്ചാൽ വൃക്ഷം തന്നെയാണ് പ്രധാനം. വൃക്ഷത്തിൽ നിന്നാണല്ലോ ഇലകൾ ആവിർഭവിക്കുന്നത്. അപ്പൊ ആ പ്രധാന വൃക്ഷത്തെ പോലെ ശ്രീകൃഷ്ണ ഭഗവാനും ഇലകൾ പോലെ മറ്റു വിസ്തരണങ്ങളെന്നും പറയും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മളും ഭഗവാന്റെ വിസ്തരണങ്ങൾ തന്നെയാണ്. ജീവാത്മാക്കളായ നമ്മളും ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. കാരണം നമ്മളും ആവിർഭവിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാനാകുന്ന ആ വൻ വൃക്ഷത്തിൽ നിന്നാണ് നമ്മളും ഉദ്ഭവിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളും പരശുരാമാവതാരവും ഒന്നാണ്, അല്ലെങ്കിൽ നമ്മളും വാമനമൂർത്തി ഒന്നാണ് എന്നല്ല. നമ്മുടെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ജീവാത്മാക്കളുടെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, ജീവാത്മാക്കൾ തടസ്ഥ ശക്തി എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ശക്തിയുടെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഈ തടസ്ഥ ശക്തിയുടെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, ഈ തടസ്ഥ ശക്തിയിലുള്ള ജീവാത്മാക്കൾക്ക് രണ്ടു വശത്തേക്കും ചായ്വുണ്ടാകും. ഒരു വശത്ത് മായയും മറുവശത്ത് ഭഗവാനാണുള്ളത്. ചില സമയത്ത് നമ്മൾ മായാശക്തിയിലേക്ക് ചരിഞ്ഞ് മായയിൽ മുഴുകി ഭഗവാനെ മറന്നു കഴിയും. ചില സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ ഭക്തിയിൽ വന്ന് ആചാര്യന്മാരുടെ കാരുണ്യത്തോടു കൂടി കൃഷ്ണാബോധം വന്നു കഴിയുമ്പോൾ നമ്മൾ മായയെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് ചായ്വുണ്ടാവും. ഏതായാലും നമുക്കിങ്ങനെ മായയിലേക്ക് വീഴുവാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് നമ്മൾ തടസ്ഥ ശക്തിയാണ്. പക്ഷെ ഈ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അവര് ഭഗവാന്റെ അന്തരംഗ ശക്തികളാണ്. അവർ ഒരിക്കലും മായയ്ക്ക് അധീനരാവുന്നത്. ആ ഒരു വലിയ വ്യത്യാസം മറ്റു വിസരണങ്ങൾ ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ജീവാത്മാക്കൾക്ക് ആണ്. ഇനി അടുത്ത പാരഗ്രാഫ്. ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആവശ്യമാകുമ്പോൾ വിഷ്ണു മഹാവിഷ്ണുവായി വിസ്തരിക്കുന്നു. മഹാവിഷ്ണു കാരണസമുദ്രത്തിൽ ശയിക്കുകയും തന്റെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് സർവ ബ്രഹ്മാണ്ടങ്ങളെയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നമ്മുടേത് ഉൾപ്പെടെയുള്ള പ്രപഞ്ചങ്ങൾ മഹാവിഷ്ണു, കാരണജലം എന്നിവരിൽ നിന്നുദ്ഭവിച്ച ശേഷം കാരണസമുദ്രത്തിൽ ഒഴുകി നടക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് വാമനന്റെ കഥയുണ്ട്. തന്റെ മൂന്നാമത്തെ ചുവട് വെച്ചപ്പോൾ, അടുത്ത പേജാണ്, അവിടുത്തെ പാദം ഈ ലോകത്തിന്റെ ആവരണത്തെ ഭേദിച്ചു. ഭഗവാന്റെ പാദമുണ്ടാക്കിയ ദ്വാരത്തിലൂടെ കാരണോദക സമുദ്രത്തിൽ നിന്ന് ജലം പ്രവഹിച്ചുവെന്നും ആ ജലം ഗംഗാനദിയായി തീർന്നുവെന്നും പറയപ്പെടുന്നു. അതിനാൽ ഗംഗ വിഷ്ണുവിന്റെ ഏറ്റവും വിശുദ്ധമായ പാദോദകമായി അംഗീകരിക്കപ്പെടുകയും ഹിമാലയം മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള എല്ലാ ഹിന്ദുക്കളാലും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നത്, എപ്പോഴാണോ ഈ ഭൗതിക സൃഷ്ടി നടത്തേണ്ടത് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവായിട്ട് വിസ്തരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകവുമായിട്ട് ഒരു രീതിയിലും കണക്ട് ആവുന്നേ. അദ്ദേഹത്തിനും ഈ ഭൗതിക പ്രപഞ്ചത്തിനും ഈ സൃഷ്ടിക്കും ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം എപ്പോഴും വൃന്ദാവനത്തിലാണ്. ഗോപന്മാരുമായിട്ടും ഗോപികമാരുമായിട്ടും ലീലകൾ ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാനുള്ളൂ. ബാക്കി ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, അതിൻ്റെ പരിപാലനം, ഇതെല്ലാം നടത്തുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സ്ഥിതി ആര് നടത്തുന്നു ചോദിച്ചാൽ വിഷ്ണു എന്ന് പറയുന്നത്. കൃഷ്ണനെന്ന് നമ്മൾ പറയാറില്ല. ബ്രഹ്മാവിനെയും ശിവനെയും സൃഷ്ടിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്നാലും സ്ഥിതി അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ശാസ്ത്രങ്ങൾ പറയുന്നത് വിഷ്ണു എന്നാണ്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന് ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ ഭൗതിക ലോകത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന വിസ്തരണമാണ് ഈ മഹാവിഷ്ണുവിന്റെ വിസ്തരണം.
ഇനി ഗംഗാ നദിയെ കുറിച്ച് ഇവിടെ പറയുന്നു. എങ്ങനെയാണ് ഗംഗാ നദി ഉണ്ടായത്? അതായത് ഈ സൃഷ്ടി ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സൃഷ്ടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, സങ്കീർണമാണ് ഈ സൃഷ്ടി എന്നൊക്കെ തോന്നും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഭഗവാന്റെ ശ്വാസം ഭഗവാൻ ഉച്ഛ്വസിക്കുമ്പോൾ, അതായത് നമ്മൾ ഇൻഹേൽ എസ്ഹേൽ എന്ന് പറയില്ലേ, അപ്പൊ എസ്ഹലേഷൻ, ശ്വാസം പുറത്തു വിടുമ്പോ ഈ അണ്ടകടഹങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ട് പുറത്തു വരും. എന്നിട്ട് ഭഗവാൻ കാരണോദകശായി വിഷ്ണു കാരണജലത്തിലാണ് ശയിക്കുന്നത്. അപ്പൊ ആ കാരണജലത്തില് ഈ ഭൂമിയും മറ്റ് സൃഷ്ടി, മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്, ഈ വാമനമൂർത്തി ത്രിവിക്രമനായിട്ട് വളർന്നു, മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. അപ്പോ അദ്ദേഹം ആദ്യത്തെ അടി കൊണ്ട് തന്നെ ഈ ഭൂമി ഒക്കെ അളന്നു. എന്നിട്ട് 2ാമത്തെ അടി കൊണ്ട് സ്വർഗം ഇതെല്ലാം അളന്നെടുത്തു. അപ്പൊ ഈ 2ാമത്തെ അടി വെച്ചപ്പോ ഈ ഭൂമിക്ക് മേളില് അങ്ങനെ സ്വർഗലോകത്തിലേക്ക് അദ്ദേഹത്തിന്റെ പാദം പോയപ്പോ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ആവരണത്തിൽ അദ്ദേഹത്തിന്റെ വിരല്, കാലിന്റെ പെരുവിരല് തറച്ചിട്ട് അവിടെ ഒരു ദ്വാരം ഉണ്ടാവുകയും തൽഫലമായിട്ട് ഈ ഗ്രഹങ്ങളൊക്കെ ഈ കാരണജലത്തിലാണല്ലോ ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ദ്വാരം ഉണ്ടായപ്പോ ആ ദ്വാരത്തിലൂടെ കാരണജലം ഉള്ളിലേക്ക് വരികയും ചെയ്തു. ഇപ്പൊ ഒരു കപ്പൽ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണ്. അപ്പൊ കപ്പലിന്റെ അടിഭാഗത്ത് ഒരു ദ്വാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം അകത്തേക്ക് വരുമല്ലോ. അതുപോലെ കാരണ സമുദ്രത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന ഭൂമി അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു ദ്വാരം ഉണ്ടായി അതിന്റെ ആവരണത്തിൽ, ഭഗവാന്റെ വാമനമൂർത്തിയുടെ പെരുവിരൽ കൊണ്ടിട്ട്. അപ്പൊ അതിലൂടെ കാരണജലം ഉള്ളിലേക്ക് വന്നു. പക്ഷെ ആ കാരണജലം ഉള്ളിലേക്ക് വന്നത് ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ്, ഭഗവാന്റെ പാദങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ടാണ് ആ കാരണജലം ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ ആ ജലം അങ്ങേയറ്റം പവിത്രമാവുകയും അത് ഗംഗാനദി എന്നറിയപ്പെടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഗംഗാനദി ഉണ്ടാകുന്നത്. ഈ ഗംഗാനദി ഉണ്ടാകുന്നതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് ഭഗവാൻ വാമനമൂർത്തി ഇങ്ങനെ ഈ ത്രിലോകങ്ങളും അളന്നെടുക്കുമ്പോൾ ഭഗവാന്റെ പാദപത്മങ്ങൾ ബ്രഹ്മലോകത്തിലെത്തി, സത്യലോകത്തിലെത്തി. ഇപ്പൊ ബ്രഹ്മാവിന് ഇതൊരു വലിയൊരു അവസരമായിട്ടാണ് തോന്നിയത്. കാരണം എല്ലാ ഭക്തന്മാരും ആഗ്രഹിക്കുന്ന, എല്ലാ ഭക്തന്മാരും സദാ ധ്യാനിക്കുന്ന ഭഗവാന്റെ ആ പാദപത്മം തന്റെ ലോകത്തിലേക്ക് തന്നെ തേടി വരികയാണ്. അപ്പൊ ഉടനെ ബ്രഹ്മാവ് തന്റെ കമണ്ഡലിൽ നിന്നുള്ള ജലം ഒഴിച്ച് ആ പാദത്തിനെ അഭിഷേകം ചെയ്തു. ആ അഭിഷേക തീർത്ഥമാണ് ഗംഗാനദി ആയത് എന്നും പറയുന്നു. ഏതായാലും ഗംഗാനദി ഭഗവാന്റെ പാദ തീർത്ഥാണ്. ഗംഗാനദിക്ക് ഇത്രയും പരിപാവനത്വം ഉണ്ടാവാൻ കാരണം ഭഗവാന്റെ പാദവുമായിട്ട് അതിന് ബന്ധം ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ബ്രഹ്മാവിന്റെ കമണ്ഡലിൽ നിന്നും ഉള്ള തീർത്ഥജലവും ഗംഗ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ പാദത്തില് നൂപുരുണ്ടായിരുന്നു, ഈ ചലങ്ക പോലത്തെ ഒരു ആഭരണമാണ്. അപ്പൊ ആ നൂപുരത്തിലും എല്ലാം അഭിഷേകം ചെയ്താണ് ആ ജലം താഴോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നൂപുര ഗംഗ എന്ന പേരിലും ഒരു ഗംഗയുണ്ട് ഭൂമിയിൽ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ മധുരയില്, തമിഴ്നാട്ടിലെ മധുരയില് കള്ളളകർ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. 108 ദിവ്യദേശങ്ങളിലൊന്നാണ്. അതൊരു പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ്. ആ താഴ്വാരത്തിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ ആ മലയിലേക്ക് ഒന്ന് കയറിയാല് ഒരു സ്ഥലം വരും. അതിനെയാണ് നൂപുര ഗംഗ എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് അവിടെ ചെന്നാല് അവിടെ ഒരു 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 നീരുറവയുണ്ട്. 24 മണിക്കൂറും ഉടനീളം എത്ര കൊടിയ വേനലിലും അവിടുത്തെ വെള്ളം വറ്റാറേയില്ല. ആ നീരുറവയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് എവിടുന്നാ വരുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പൊ അതാണ് നൂപുര ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഭക്തന്മാർ അവിടെ ചെന്ന് സ്നാനമൊക്കെ ചെയ്യാറുണ്ട്. ആ ഗംഗാതീർത്ഥം പാനം ചെയ്യാറുണ്ട്. ഏതായാലും ഈ ഗംഗാനദി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ പാദത്തിനെ തഴുകി വന്നതാണ് ഗംഗാനദി. അതുകൊണ്ടാണ് ഗംഗാനദിക്ക് ഇത്രയും ഒരു മഹത്വം വന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അടുത്തത് കൃഷ്ണന്റെ അടുത്ത പാരഗ്രാഫ്. കൃഷ്ണന്റെ വൃന്ദാവന ലീലകളിൽ അവിടുത്തെ സഹോദരനും അവിടുത്തെ ആദ്യ വിസ്തരണവുമായ ബലരാമന്റെ ഒരു വിസ്തരണമാണ് മഹാവിഷ്ണു.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രത്തിലെ രാമ പ്രതിപാദിക്കുന്നത് ബലരാമനെയാണ്. നിത്യാനന്ദ ഭഗവാൻ സ്വയം ബലരാമനായതിനാൽ രാമ നിത്യാനന്ദനെയും പ്രതിപാദിക്കുന്നു. അപ്രകാരം ഹരേ കൃഷ്ണ ഹരേ രാമ കൃഷ്ണനെയും ബലരാമനെയും മാത്രമല്ല സംബോധന ചെയ്യുന്നത്, ശ്രീ ചൈതന്യനെയും നിത്യാനന്ദ പ്രഭുവിനെയും കൂടിയാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന വിഷയം ഈ ഭൗതിക സൃഷ്ടിക്കപ്പുറം എന്താണ് എന്നതാണ്. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് പോവാണ്. ഏതായാലും ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലെ ഈ രാമനാമം അത് ആരെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നിറയെ ആചാര്യന്മാർ നിറയെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ആ രാമനാമം സൂചിപ്പിക്കുന്നത് ബലരാമനെയാണ്. ഇപ്പൊ നമ്മള് ദശാവതാരത്തിൽ നോക്കിയാൽ തന്നെ 3 രാമന്മാരുണ്ട് ദശാവതാരത്തിൽ. അതായത് ശ്രീരാമന് മുമ്പ് പരശുരാമൻ, പിന്നെ ബലരാമൻ. അങ്ങനെ ഭാർഗവരാമൻ, പരശുരാമൻ ഭാർഗവരാമൻ എന്നും അറിയപ്പെടും. അപ്പോ രാമന്മാർ ദശാവതാരത്തിൽ തന്നെ 3 പേരുണ്ട്. അപ്പൊ ഈ രാമശബ്ദം ഇവരെയൊക്കെ സൂചിപ്പിക്കാം. കാരണം ഇവരെല്ലാം ഭഗവാന്റെ വിസ്തരണങ്ങൾ, അവതാരങ്ങളാണ്. ഇതുകൂടാതെ ഇവിടെ പറയുന്നു രാമശബ്ദം നിത്യാനന്ദ പ്രഭുവിനെയും സൂചിപ്പിക്കുന്നു. കാരണം നിത്യാനന്ദ പ്രഭു ബലരാമൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് രാമശബ്ദത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്തത് പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തിൽ എന്താണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൗതിക സൃഷ്ടിക്ക് അപ്പുറം എന്താണ്, അതിനെക്കുറിച്ചാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. ഭൗതിക വിശ്വാവിഷ്കാരത്തിന് ശാശ്വതമായ അസ്തിത്വമില്ലാത്തതിനാൽ അതിനെ മായ എന്ന് വിളിക്കുന്നു. അത് ചിലപ്പോൾ പ്രകടമാവുകയും ചിലപ്പോൾ അപ്രകടമാവുകയും ചെയ്യുന്നതിനാൽ അതിനെ മായയായി കണക്കാക്കുന്നു. ഈ താത്കാലിക വിശ്വാവിഷ്കാരത്തിനുപരിയായി ഒരു ഉന്നത പ്രകൃതിയുണ്ട്. അപ്പോ ഈ ഭൗതിക പ്രകൃതി എന്താണെന്ന് ചോദിച്ചാൽ ഇത് മായ എന്ന് പറയും. ഇതിനെ മായ എന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർ ധരിക്കാറുണ്ട്. മായ എന്ന് വെച്ചാൽ ഇല്ലാത്തതിനെയാണ്, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇതിനെ മായ എന്ന് പറയുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല. ഈ ഭൗതിക ലോകം ഉള്ളത് സത്യമാണ്. പ്രഭുപാദർ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് സത്യമാണ്, ഭൗതിക ലോകം എന്നൊന്നുണ്ട്. പക്ഷേ ഇത് താത്കാലികമാണ്, ടെമ്പററിയാണ്, കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനെ ചിലർ മായ എന്ന് പറയും. പക്ഷെ മായ എന്ന് വെച്ചാൽ അത് ഇല്ലേ ഇല്ല, അത് വെറും നമ്മുടെ ഒരു തോന്നല് മാത്രമാണ് എന്ന് പറയുന്നത് ശരിയല്ല. മായ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം ഉണ്ട്, പക്ഷെ അത് താത്കാലികമാണ്, കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും. ഭൗതിക ലോകം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോ ഈ ഭൗതിക ലോകത്തിൻ്റെയും അപ്പുറമാണ് ആധ്യാത്മിക ലോകം. അപ്പൊ ഈ ആധ്യാത്മിക ലോകത്തിനും ഭൗതിക ലോകത്തിനും എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഭൗതിക ലോകം പ്രകടവുമാകും അപ്രകടവുമാകും. അതായത് വ്യക്തം അവ്യക്തം എന്ന് പറയും. ചില സമയത്ത് ഇത് പ്രകടമായിരിക്കും, നമുക്ക് അത് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. പക്ഷെ ചില സമയത്ത് ഇത് അപ്രകടം അല്ലെങ്കിൽ അവ്യക്തമാകും, കാണാനോ അനുഭവിക്കാനോ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭഗവാൻ ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണ്. ഭഗവാൻ ശ്വാസം പുറത്തു വിടുമ്പോൾ സൃഷ്ടി വരുന്നു, ഭൗതിക പ്രപഞ്ചങ്ങളൊക്കെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഭഗവാൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. അപ്പൊ ഈ സൃഷ്ടികളെല്ലാം വീണ്ടും ഭഗവാന്റെ ശരീരത്തിനുള്ളിലേക്ക് പോകും. അപ്പൊ അത് അപ്രകടമാണ് ആ സമയത്ത്. പിന്നെ കുറേ കാലത്തേക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിനെ കാണാനേ പറ്റില്ല, ആർക്കും അനുഭവിക്കാനും പറ്റില്ല. അപ്പം ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല. അത് മാത്രമല്ല, അതിന്റെ രൂപവും മാറിക്കൊണ്ടേയിരിക്കും. ഒരു സൃഷ്ടി നടന്നു, അതേപോലെ ആയിരിക്കില്ല അടുത്ത സൃഷ്ടി. സൃഷ്ടിയിൽ പല വകഭേദങ്ങളുണ്ട്, രൂപഭേദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ചില ലീലകളൊക്കെ ചില പുരാണങ്ങളിൽ ഒരു പ്രത്യേക രീതിയിലും അതേ ലീല മറ്റു ചില പുരാണങ്ങളിൽ വേറൊരു രീതിയിലും പ്രതിപാദിച്ച് കാണാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ സൃഷ്ടികളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ആ ലീലകൾ നടന്നത്. അപ്പോ ഏതായാലും ഈ ഭൗതിക പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കുന്നു, വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആത്മീയ പ്രകൃതി അങ്ങനെയല്ല.
ആത്മീയ പ്രകൃതി എപ്പോഴും ഉണ്ടാവും. അത് എപ്പോഴും വ്യക്തമാണ്. അത് ഒരിക്കലും അപ്രത്യക്ഷമാകുന്നു. അത് സ്ഥായിയായി നിലനിൽക്കും. അപ്പൊ ഈ കാര്യം തന്നെയാണ് ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. പരസ്തസ്മാത്ത് ഭാവോന്യോ അവ്യക്തോ അവ്യക്ത സനാതനഃ യസ്സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമാകുന്ന ഈ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു പ്രകൃതിയുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. പ്രപഞ്ചാവസാനത്തിലും അത് അതുപോലെ നിലനിൽക്കും. ഭൗതിക ലോകത്തിന് പ്രകടവും, അതായത് വ്യക്തം, അപ്രകടവുമായ അവ്യക്തം തലങ്ങളുണ്ട്. എന്നാൽ പരമമായ ആത്മീയ പ്രകൃതി വ്യക്തവും അവ്യക്തവുമായ ഈ ഭൗതിക പ്രകൃതിക്കും അപ്പുറത്താണ്. ഈ പരമോന്നത പ്രകൃതിയെ എല്ലാ ജീവജാലങ്ങളിലും സന്നിഹിതമായ ജീവശക്തിയായി ഗ്രഹിക്കാവുന്നതാണ്. ശരീരം അധമ പ്രകൃതിയാൽ, അടുത്ത പേജാണ്, ശരീരം അധമ പ്രകൃതിയാൽ അഥവാ ജഡപദാർത്ഥത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആ ശരീരത്തെ ചലിപ്പിക്കുന്നത് ശ്രേഷ്ഠ പ്രകൃതി. ആ പരമോന്നത പ്രകൃതിയുടെ ലക്ഷണം അവബോധമാണ്, കോൺഷ്യസ്നസ്. അപ്രകാരം എല്ലാം തന്നെ പരമോന്നത പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആധ്യാത്മിക ലോകത്തിൽ സർവ്വതും അവബോധമുള്ളതാണ്. ഭൗതിക ലോകത്തിൽ അവബോധമില്ലാത്ത നിർജീവമായ വസ്തുക്കളുണ്ട്. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ ഒന്നും തന്നെ ജഡപദാർത്ഥങ്ങളല്ല. അവിടെ ഒരു മേശയ്ക്ക് അവബോധമുണ്ട്, മണ്ണിന് അവബോധമുണ്ട്, മരങ്ങൾക്ക് അവബോധമുണ്ട്. എല്ലാം അവബോധമുള്ളത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ആത്മീയ ലോകത്തിൽ. എന്താണ്? അവിടെ എല്ലാറ്റിനും കോൺഷ്യസ്നസ് ഉണ്ട്, അവബോധമുണ്ട്. ജഡപദാർത്ഥം എന്നൊന്നില്ല. ഇപ്പൊ നമ്മുടെ ഭൗതിക ലോകത്തില് ഇപ്പൊ മണ്ണ്, കല്ല്, മേശ, കസേര ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ജഡപദാർത്ഥങ്ങളാണ്. അതിന് ബോധം, അവബോധം ഒന്നുമില്ല. നിർജീവങ്ങളായിട്ടുള്ള വസ്തുക്കളാണ്. അതേസമയം മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ബോധമുള്ളവരാണ്, അവബോധമുള്ളവരാണ്. ഇങ്ങനെ രണ്ട് കാറ്റഗറൈസേഷൻ ഭൗതിക ലോകത്തിൽ മാത്രമാണുള്ളത്. ആത്മീയ ലോകത്തില് എല്ലാറ്റിനും അവബോധമുണ്ട്. അതായത് ഇപ്പൊ ഭഗവാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഭഗവാന് കാല് കഴിക്കുന്നു, ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഭക്തൻ ഉടനെ ഒരു സിംഹാസനമായി മാറും. ഇനി ഭഗവാന് ചൂടെടുക്കുന്നു, ഭഗവാന് വീശണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഭക്തൻ വെഞ്ചാമരമായിട്ട് മാറും. ശരി, ഇനി ഇരുന്നു ഭഗവാൻ ഇനി നടക്കാൻ പോവുകയാണെന്ന് തോന്നിയാലും വേറൊരു ഭക്തൻ ഭഗവാന്റെ പാതുകയായിട്ട് മാറും. ഇനി മറ്റൊരു ഭക്തൻ ഭഗവാന് വെയിലടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിലൊന്നും ഇല്ല, പക്ഷെ ചിലർക്ക് അങ്ങനെ തോന്നും. അപ്പൊ ഒരു ഭക്തൻ വെഞ്ചാമരം, അതായത് കുടയായിട്ട് മാറും. അപ്പോ വേറൊരു ഭക്തൻ വിചാരിക്കുകയാണ് ഭഗവാന് ഹാരം ഇടണമല്ലോ എന്ന് വിചാരിച്ചാൽ ആ ഭക്തൻ ഒരു പുഷ്പഹാരമായിട്ട് മാറും. ഇങ്ങനെ ഒരു അദ്ഭുത ലോകമാണ് ആത്മീയ ലോകം. അവിടെ എല്ലാറ്റിനും അവബോധമുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അവിടെ ജഡപദാർത്ഥം എന്നൊന്നുമില്ല. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഈ വൈകുണ്ഠത്തെ കുറിച്ച്, ആത്മീയ ലോകം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം, കൃഷ്ണലോകം ഇതൊക്കെയാണല്ലോ. ഈ വൈകുണ്ഠത്തെ കുറിച്ചൊക്കെ നിറയെ വിസ്തരണങ്ങളുണ്ട്. അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം കൽപ്പവൃക്ഷങ്ങളാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ആ വൃക്ഷത്തിന്റെ മുന്നിൽ ചെന്ന് എന്ത് ചോദിച്ചാലും ആ വൃക്ഷം തരും. എല്ലാറ്റിനും ജീവനും അവബോധവുമുള്ള ഒരു അത്ഭുതപരമായിട്ടുള്ള ഒരു ലോകമാണ് ആധ്യാത്മിക ലോകം. അപ്പൊ അതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് നമ്മൾ താമസിക്കുന്ന ഈ ഭൗതിക ലോകം. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു തലതിരിഞ്ഞ റിഫ്ലക്ഷൻ എന്ന് പ്രഭുപാദ് പലയിടത്തും പറയാറുണ്ട്. ഒരു യഥാർത്ഥ ഒരു വസ്തുവിന്റെ തലതിരിഞ്ഞ ഒരു പ്രതിബിംബമാണ് എന്ന് പറയുന്നത് പോലെ ആണ് ഈ ഭൗതിക ലോകം. ആത്മീയ ലോകത്തിന്റെ തലതിരിഞ്ഞ ഒരു പ്രതിബിംബമാണ്. അടുത്ത പാരഗ്രാഫ്. ഈ ഭൗതിക ആവിഷ്കാരത്തിന് തന്നെ എത്ര വ്യാപ്തി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ സാധ്യമല്ല. ഭൗതിക ലോകത്തിൽ എല്ലാം കണക്കാക്കപ്പെടുന്നത് സങ്കല്പശക്തിയിലൂടെയോ മറ്റേതെങ്കിലും അപൂർണമായ രീതിയിലൂടെയോ ആകുന്നു. എന്നാൽ ഭൗതിക ലോകത്തിന് ഉപരിയായവയെക്കുറിച്ച് വൈദിക സാഹിത്യങ്ങൾ യഥാർത്ഥ വിവരം നൽകുന്നു. ഈ ഭൗതിക പ്രകൃതിക്ക് അതീതമായ ഒന്നിനെക്കുറിച്ചും പരീക്ഷണ മാർഗങ്ങളിലൂടെ വിവരം നേടാൻ സാധ്യമല്ലാത്തതിനാൽ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്ന അറിവിൽ മാത്രം വിശ്വാസമുള്ളവർ വൈദിക നിഗമനങ്ങളെ സംശയിച്ചേക്കാം. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിന് എത്ര വ്യാപ്തിയുണ്ടെന്ന് കണക്കാക്കാൻ പോലുമോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ വിദൂരതകളിൽ എത്താനോ കഴിയില്ല. നമ്മുടെ സങ്കല്പശക്തിക്ക് അതീതമായതിനെ അചിന്യം എന്ന് വിളിക്കുന്നു.
സങ്കല്പാതീതമായതിനെക്കുറിച്ച് വാദിക്കുകയോ അഭ്യൂഹം നടത്തുകയോ ചെയ്യുന്നത് പ്രയോജനശൂന്യമാണ്. അചിന്ത്യമായ വസ്തുക്കൾ അനുമാനത്തിനോ പരീക്ഷണത്തിനോ വിഷയീഭവിക്കുന്നില്ല. നമ്മുടെ ശക്തി പരിമിതമാണ്, നമ്മുടെ ഇന്ദ്രിയഗ്രഹണ ശേഷിയും പരിമിതമാണ്. അതുകൊണ്ട് സങ്കല്പാതീതമായ വിഷയങ്ങളെ സംബന്ധിച്ച് നാം നിശ്ചയമായും വൈദിക നിഗമനങ്ങളെ ആശ്രയിക്കണം. ഉത്കൃഷ്ട പ്രകൃതിയുടെ ജ്ഞാനം നാം നിർബന്ധമായും തർക്കം കൂടാതെ അംഗീകരിക്കും. നമുക്ക് അറിവില്ലാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് തർക്കിക്കാൻ കഴിയുക? അതീന്ദ്രിയ വിഷയത്തെ പറ്റി അറിയുന്നതിനുള്ള രീതി ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു. അപ്പോ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആധ്യാത്മിക ലോകം എന്നൊന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനെ അനുഭവിക്കാൻ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ ശക്തമല്ല. സംവേദനത്തിന് അതീതമായിട്ടുള്ള ഒരു അനുഭവമാണ് ആധ്യാത്മിക. കാരണം ഇത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഭൗതിക ലോകം ഉണ്ടെന്ന് അനുഭവിക്കുന്നതുമെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിനെ അറിയുന്നത്. പക്ഷേ ആധ്യാത്മിക ലോകത്തെ ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ആധ്യാത്മിക ലോകം സ്വയം പ്രകാശമാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഒരുപക്ഷെ ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് നല്ല ഇരുട്ട്, അന്ധകാരം. ആ സമയത്ത് നമ്മുടെ മുന്നിൽ എന്തുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തിയുണ്ട്, നമ്മുടെ മുന്നിൽ വസ്തുക്കളും ഉണ്ട്. പക്ഷെ അന്ധകാരം, പ്രകാശമില്ലെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ പോലും പല കാര്യങ്ങളെയും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ ആധ്യാത്മിക ലോകം അങ്ങനെയല്ല. അവിടെ എല്ലാം സ്വയം പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സൂര്യനോ ചന്ദ്രനോ ഒന്നുമില്ല. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ രാത്രിയും പകലും എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ രാത്രിയും പകലും ഇല്ല. രാത്രിയും പകലും ഇല്ലെങ്കിൽ കാലം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കാലമില്ല. കാലമില്ലെങ്കിൽ മരണം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ മരണമില്ല. മരണമില്ലെങ്കിൽ ജനനം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ജനനമില്ല. അപ്പോ അതാണ് നേരത്തെ പറഞ്ഞത്, അതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നീടല്ലേ നമ്മൾ അത് അനുഭവിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് പ്രഭുപാദര് പറയുന്നുണ്ട്, നമ്മൾ ശബ്ദപ്രമാണത്തെ അംഗീകരിക്കണം. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാല് പ്രത്യക്ഷമല്ല, അനുമാനമല്ല. അത് രണ്ടും ഇവിടെ വർക്ക് ചെയ്യില്ല. ആധ്യാത്മിക ലോകത്തെ അറിയാൻ പ്രത്യക്ഷവും പോരാ, അനുമാനവും പോരാ, ശബ്ദപ്രമാണം വേണം. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആചാര്യന്മാരുടെ അടുത്ത് നിന്ന് ശ്രവണം ചെയ്യുക. നമ്മുടെ ബുദ്ധി, ശക്തി, ലോജിക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവര് പറയുന്നത് കേൾക്കുക, അത് അതേപടി അംഗീകരിക്കുക. ശബ്ദപ്രമാണത്തിലൂടെ മാത്രമേ നമുക്ക് ആധ്യാത്മിക ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നോക്കിയാൽ പറ്റില്ല. കാരണം ഇപ്പൊ മറ്റൊരു ഉദാഹരണം പ്രഭുപാദരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നു ആകാശത്തിൽ. പക്ഷെ ഒരു ചെറിയ മേഘം വന്നാൽ മതി, സൂര്യൻ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു പോകും. ഒരു മേഘം വന്നാൽ പോലും നമുക്ക് ഇത്രയും പ്രകാശമുള്ള സൂര്യനെ കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ മഹത്തത്വമുള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെ ആധ്യാത്മിക ലോകത്തെ കാണാൻ പറ്റും? മഹത്തത്വം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയാണ് മഹത്തത്വം. ഇതൊരു വലിയ മേഘം പോലെയാണ്. ഇപ്പൊ ചെറിയ മേഘം പോലും നമ്മുടെ കണ്ണിനെ മറയ്ക്കുമെങ്കിൽ ഇത്രയും വലിയ ഭൗതിക പ്രകൃതിയാകുന്ന മഹത്തത്വമാകുന്ന ആ മേഘം ഉള്ളപ്പോ നമുക്ക് എങ്ങനെ ആധ്യാത്മിക ലോകത്തെ കാണാൻ പറ്റും? അത് സാധ്യമല്ല. അപ്പൊ കാണാൻ പറ്റുകയില്ലേ അവസാനം വരെയും, എന്നേക്കുമായിട്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ പരിശുദ്ധമാക്കിയാൽ തത്പരത്വേന നിർമ്മലം എന്നാണ് പറയുന്നത്. തത്പരത്വേന നിർമ്മലം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ പരിശുദ്ധമാക്കിയാൽ നമുക്ക് ആധ്യാത്മിക ലോകത്തെ കാണാൻ പറ്റും. ഇപ്പൊ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാ നമ്മൾ പരിശുദ്ധമാക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഭക്തി വേണം. ഭക്തിയോഗം പരിശീലിക്കുന്നത് വരെ, പ്രത്യേകിച്ച് കലിയുഗത്തില് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുന്ന വഴി ആരാണോ അവരുടെ ഇന്ദ്രിയങ്ങളെ നിർമ്മലമാക്കുന്നത്, തത്പരത്വന നിർമ്മലം, അവർക്ക് ആധ്യാത്മിക ലോകത്തെ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത്. നമുക്കിവിടെ നിർത്താം. ജയ് ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്, ജയ് ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളോ കമന്റ്സോ ഉണ്ടോ?
ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ, പ്രണാമം. പ്രഭുജി, ഇപ്പൊ മഹത്തത്വം എന്ന് പറയുന്നത് ഒരു മേഘമാണ്, അതാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിൽ നിന്ന് പറയുമ്പോ മഹത്തത്വത്തിൽ നിന്നാണ് ഇങ്ങനെ എല്ലാം ഉണ്ടായത് എന്ന് പറയണ്ടല്ലോ. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കിട്ട്. അത് മഹത്വത്വം എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അതിനകത്ത് ഭൗതിക സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതിൽ നിന്നാണ് അഹങ്കാരം, മനസ്സ്, ബുദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ, അതിൽ തന്നെ കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, പഞ്ചതന്മാത്രകൾ. നമ്മള് ശ്രീമദ് ഭാഗവതത്തില് കപിലവാസുദേവൻ പറയുന്നത് പോലെ ആ സാഖ്യയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന 24 മൂലകങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു കണ്ടൻസ്ഡ് ഫോമാണ് മഹത്തത്വം. അപ്പൊ അതൊരു മേഘം പോലെ ഇരിക്കുമെന്ന് ചില സന്ദർഭങ്ങളിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ബാക്കിയുള്ള ഭൗതിക മൂലകങ്ങളും ഘടകങ്ങളും ഒക്കെ വേർതിരിക്കപ്പെട്ട് പിന്നീട് പഞ്ചഭൂതങ്ങളൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. അതിനെ പഞ്ചീകരണം എന്ന് പറയും. പിന്നെ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടിട്ടാണ് പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത്. ഭാഗവതത്തിൽ അതിനെ വിസർഗം എന്ന് പറയും. സർഗം, വിസർഗം എന്ന രണ്ടുണ്ട്. സർഗം എന്ന് പറയുന്നത് ഒറിജിനൽ സൃഷ്ടി, അത് ഭഗവാൻ നടത്തുന്നതാണ്. പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുന്നത് ഭഗവാനാണ്. ബ്രഹ്മാവിന് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവൊന്നുമില്ല. ആ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ച് ബ്രഹ്മാവിന്റെ കയ്യിൽ കൊടുത്താൽ ആ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് ബ്രഹ്മാവ് സെക്കൻഡറി ക്രിയേഷൻ നടത്തും. അതിനെ വിസർഗം എന്ന് പറയും. അപ്പൊ ഇതിന്റെയൊക്കെ സീഡ് ഫോം, കണ്ടൻസ്ഡ് ഫോം അവൈലബിൾ ആയിട്ടുള്ളത് ഈ മഹത്തത്വത്തിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ വളരെ നല്ല മനോഹരമായ ക്ലാസ് ആണ്. ഗംഭീരമായിരുന്നു പ്രഭു. നിറഞ്ഞ സന്തോഷം. വളരെ നന്ദി പ്രഭുജി. വളരെ നന്ദി. വീക്കിലി വൺസ് മിനിമം പ്രഭുവിന്റെ ഒരു ക്ലാസ് എങ്കിലും ഉണ്ടാവണം. സന്തോഷം. സ്വാഗതം. ഹരേ കൃഷ്ണ. നന്ദി.